വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ തിരിച്ചറിയാൻ കഴിയാത്ത 30 മൃതദേഹം കൂടി പുത്തുമലയിൽ ഒരുമിച്ച് സംസ്കരിച്ചു. 150-ലേറെ ശരീരഭാഗങ്ങളും ഇവിടെ സംസ്കരിക്കുകയാണ്. സർവ്വമത പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ടവർക്ക് നാട് വിട ചൊല്ലി. സജോ ദേവസ്യ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് പുത്തുമലയിൽ നിന്ന്. സജോ, 29 മൃതദേഹമാണല്ലോ ഇന്ന് അവിടെ എത്തിച്ച് സംസ്കരിച്ചത്. ഇപ്പോൾ ശരീരഭാഗങ്ങൾ കൂടി എത്തിച്ച് സംസ്കരിക്കുന്നത് തുടരുകയാണല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ, സജോ? ഉന്മേഷ്, തിരിച്ചറിയപ്പെടാൻ കഴിയാതെ പോയ കൃത്യമായി പറഞ്ഞ 29 പൂർണ്ണ മൃതദേഹങ്ങൾ, അതായത് പൂർണ്ണമായും മൃതദേഹങ്ങൾ എന്ന് വിളിക്കാൻ കഴിയുന്ന 29 മൃതദേഹങ്ങളാണ് പുത്തുമലയിലെ സർക്കാർ പ്രത്യേകമായി ഏറ്റെടുത്ത് തയ്യാറാക്കിയ സ്ഥലത്ത്, അതായത് ഒരു പൊതു ശ്മശാനം എന്നൊക്കെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് വിളിക്കാൻ കഴിയും വിധമുള്ള സ്ഥലത്ത് സംസ്കരിച്ചത്. അതോടൊപ്പം 154 ശരീരഭാഗങ്ങളാണ് കണ്ടെടുത്തവയിൽ സംസ്കരിക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഭൂരിഭാഗം ശരീരഭാഗങ്ങളും ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. 3 ഘട്ടങ്ങളിലായി എത്തിച്ചിട്ടുണ്ട്. അവശേഷിക്കുന്ന കുറച്ച് ശരീരഭാഗങ്ങൾ കൂടിയുണ്ട്, അതുകൂടിയും എത്തിക്കും. പൂർണ്ണമായും 154 ശരീരഭാഗങ്ങളും സംസ്കരിക്കുക. ആ ശരീരഭാഗങ്ങളെല്ലാം ഒരു മൃതദേഹം എന്ന പരിഗണനയോടുകൂടി തന്നെയാണ്, എന്ന രൂപത്തിൽ തന്നെയാണ് സംസ്കരിക്കുന്നത്. ഒപ്പം അതിനെല്ലാം, അതായത് ഈ പ്രോസസ്സിന് കുറച്ച് സമയമെടുക്കുന്നത്, ഈ ശരീരഭാഗങ്ങൾക്കെല്ലാം അവയെല്ലാം ഒരു പൂർണ്ണമായി മൃതശരീരം എന്ന അർത്ഥത്തിൽ തന്നെയാണ് സംസ്കരിക്കുക. ഒപ്പം അവയുടെ നമ്പറുകളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തണം. ഒപ്പം സംസ്കരിക്കുമ്പോൾ അതിനകത്തുകൂടി ഒരു പ്ലാസ്റ്റിക് ടിന്നിനകത്ത് ഈ നമ്പറുകൾ കൂടി രേഖപ്പെടുത്തി അങ്ങനെ സംസ്കരിക്കുന്നുണ്ട്. അതായത് ഉറ്റവരോ ഉടയവരോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരോ ഒക്കെ പിന്നീട് അന്വേഷിച്ചു വരാം, DNA സാമ്പിളുകൾ ഒത്തുവരാം. അങ്ങനെ വരുമ്പോൾ ആ ഘട്ടത്തിലൊക്കെ കൂടുതൽ തെളിവുകൾ ആവശ്യമായി വരും. അതുകൊണ്ട് അതിൽ പിഴവുകൾ ഉണ്ടാകാൻ പാടില്ല. കല്ലുകളിലും കുഴിമാടത്തിലും ഒക്കെ രേഖപ്പെടുത്തി വെക്കുന്നത് നഷ്ടമായാൽ പോലും അതിലും കൃത്യത പുലർത്തണം. അതുകൊണ്ട് കൂടുതൽ സമയം എടുക്കുന്ന ഓരോ ശരീരഭാഗങ്ങളും അതിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ അതിന്റെ നമ്പറുകളൊക്കെ കൃത്യമായി തിട്ടപ്പെടുത്തുന്നു, അതങ്ങനെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നു. അകത്തും കുഴിമാടത്തിനകത്തും അതിന് പുറത്തും അത് കൃത്യമായി ഉണ്ട്, നമ്പറുകളും തെളിവുകളും ഒക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അത്രയും സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. അതങ്ങനെ തുടരുന്നു. ഏതാണ്ട് 7 മണിക്കൂറാകുന്നു ഈ ചടങ്ങുകൾ, ഇന്നത്തെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിട്ട്. അതിനിയും ഏറെ നീണ്ടേക്കാൻ തന്നെയാണ് സാധ്യത. കാരണം എല്ലാ ശരീരഭാഗങ്ങളും സംസ്കരിക്കുന്നതിനിടെ കാലാവസ്ഥ ഒരല്പം പ്രതികൂലമായിരുന്നു. സന്നദ്ധ പ്രവർത്തകരൊക്കെ പോളിത്തീൻ ഷീറ്റ്, പ്ലാസ്റ്റിക് ഷീറ്റുകളൊക്കെ ഉപയോഗിച്ചാണ് ശ്രമകരമായി വെള്ളം വീഴാതെ, സംസ്കരിക്കുന്ന സമയത്ത് കുഴിയിൽ വെള്ളം വീഴാതെയും മറ്റുമൊക്കെ സംസ്കരിച്ചത്. ഒപ്പം ഇതിനിടെ പുതിയ മണ്ണെടുത്ത ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ മഴ പെയ്തപ്പോൾ അവിടെ കൂടുതൽ സന്നദ്ധ പ്രവർത്തകർക്ക് അത് കുഴിമാടങ്ങൾ മൂടുന്നതിനും മറവ് ചെയ്യുന്നതിനും ഒക്കെയുള്ള പ്രയാസങ്ങളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ അതിലൊരല്പം മാറ്റമുണ്ട്. അങ്ങനെ ഇടയ്ക്ക് കാലാവസ്ഥ പ്രതികൂലമായതൊരല്പം പ്രയാസമുണ്ടാക്കി. അതിനിടയിലാണ് പിന്നീട് ഇതിനിടെയും 3 ഘട്ടങ്ങളിൽ, വിവിധ ഘട്ടങ്ങളിലായി സർവ്വമത പ്രാർത്ഥനകളും നടത്തിയിരുന്നു. അതിനുള്ള സമയവും ഇതിനോടൊപ്പം തന്നെ വേണം. അവരും പുരോഹിതരടക്കമുള്ള ആളുകളും ഒക്കെ ഇവിടെ തുടരുന്നു. സന്നദ്ധ പ്രവർത്തകരും ഇത്രയധികം മണിക്കൂറുകളായി ഇത് പൂർത്തീകരിക്കുക, ഇക്കാര്യത്തിൽ ചെയ്യാനുള്ള പരമാവധി കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇതിൽ ഈ നമ്പറുകളൊന്നും മാറിപ്പോകാതെ അത് കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം പിന്നീട് അങ്ങോട്ടേക്ക് അവകാശികളൊക്കെ തേടി വരും, അങ്ങനെ അവരുടെ ഉറ്റവരൊക്കെ തേടി വരും. അപ്പോൾ നമ്പറുകൾ മാറിപ്പോകരുത്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ സന്നദ്ധ പ്രവർത്തകരും ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ അതിനുവേണ്ടി ഇക്കാര്യത്തിൽ സ്പെഷ്യൽ ഓഫീസറായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള അസിസ്റ്റന്റ് കളക്ടറായ ശ്രീധന്യ ഉൾപ്പെടെയുള്ള ആളുകൾ, അങ്ങനെ ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ, ജനപ്രതിനിധികൾ എല്ലാവരും അങ്ങനെ തന്നെ തുടരുന്നു. അവരും ഈ കാര്യത്തിൽ ഓരോരുത്തരുടെയും കാര്യത്തിൽ ഉറപ്പാക്കാൻ കഴിയുന്ന ബഹുമതികൾ ഒക്കെ നൽകി, ആദരവ് നൽകി അതിന്റെ കൃത്യത, നമ്പറുകളുടെ കൃത്യത ഉറപ്പാക്കുന്നു. അതുവഴിയാണ് DNA സാമ്പിളുകൾ എന്നത് പിന്നീട് അങ്ങോട്ടേക്ക് ആ സാമ്പിൾ നമ്പറുകൾ പിന്നീട് എപ്പോഴെങ്കിലും, ചിലപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷമായിരിക്കാം, അപ്പോൾ പോലും അങ്ങനെ തിരിച്ചറിയാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതയെ ആരുടെയും മുന്നിൽ അടയ്ക്കരുത്. സജോ, ശബ്ദത്തിൽ ചെറിയ ഒരു പതർച്ചയുള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. സജോയിലേക്ക് എത്താം. അലക്സ് റാം മുഹമ്മദ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. അലക്സ്, അങ്ങനെ ശരീരഭാഗങ്ങൾ ഇപ്പോൾ കൂട്ടത്തോടെ സംസ്കരിക്കുകയാണ്. റവന്യൂ മന്ത്രി തന്നെ നേരത്തെ ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നു. അങ്ങനെ കൂട്ടത്തോടെ മൃതദേഹങ്ങൾ നേരത്തെ സംസ്കരിച്ചു. 29 പേരുടെ മൃതദേഹം, ഇന്നലെ 8 പേരുടെ മൃതദേഹം. അങ്ങനെ പുത്തുമലയിലെ സങ്കട കാഴ്ചകൾ. അലക്സ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആ കാഴ്ചകൾ തന്നെയാണ്, ആ സങ്കട കാഴ്ച, ആ ദുഃഖ കാഴ്ച, ആ വേദനയുടെ, ആ നോവിന്റെ സമയമാണ് കടന്നു പോകുന്നത്. യാത്രാമൊഴി ചൊല്ലുകയാണ്. യാത്രാമൊഴി ചൊല്ലുന്നത് തിരിച്ചറിയപ്പെടാതെ പോയ മനുഷ്യർക്കാണെന്നുള്ളതാണ് ആ ദുഃഖത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നത്, അതിന്റെ വ്യാപ്തി കൂട്ടുന്നത്. തിരിച്ചറിയാൻ ഒരു അടയാളം പോലും ബാക്കി വെക്കാതെ പോയ മനുഷ്യരുടെ കൂട്ടസംസ്കാരമാണ് നടത്തുന്നത്. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ആദ്യ 2 ഘട്ടമായി 29 മൃതശരീരങ്ങൾ ഇവിടെ എത്തിച്ച്
സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷം പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾക്കും സർക്കാരിന്റെ ഔദ്യോഗിക ആദരങ്ങൾക്കും ഒക്കെ ശേഷം ആ 29 മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിച്ചു. അതിനു പിന്നാലെയാണ് ഈ മൃതദേഹ ഭാഗങ്ങൾ ഇവിടേക്ക് എത്തിച്ചത്. 154 മൃതദേഹ ഭാഗങ്ങളാണ് ഇന്ന് സംസ്കരിക്കുന്നത്. ഓരോ മൃതദേഹ ഭാഗവും ഓരോ മൃതശരീരം എന്ന നിലയ്ക്ക് ഓരോ പ്രത്യേക കുഴികളിലാണ്, അതായത് പ്രത്യേകം കുഴിമാടങ്ങളിലാണ് അത് സംസ്കരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സംസ്കരിക്കുമ്പോഴും സർക്കാർ അതിലൊരു അടയാളം ബാക്കി വെക്കുന്നുണ്ട്. ആ ഓരോ മൃതശരീരത്തിന്റെയും ഓരോ മൃതദേഹ ഭാഗത്തിന്റെയും ജനിതക പരിശോധന നടത്തിയിട്ടുണ്ട്. അതിന്റെ DNA സാമ്പിളിംഗ് പൂർത്തിയാക്കി അതിനൊരു നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറാണ് ഇനി ഇവിടെ അന്തി ഉറങ്ങുന്നവരുടെ, ഈ പുത്തുമലയിലെ താഴ്വാരത്ത് ഈ പുത്തുമലയുടെ ഈ ഭൂമിയിൽ അന്തി ഉറങ്ങുന്നവരുടെ മേൽവിലാസം ആ നമ്പറാണ്. ആ നമ്പറിൽ ഏതെങ്കിലും ഒരു കാലത്ത് അവരുടെ ഉറ്റവർക്ക് വന്ന് തങ്ങളുടെ ബന്ധുക്കളെ തിരിച്ചറിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ആ നമ്പർ വഴി അതിന് സാധ്യമാകും. അത് അത്രയും ശാസ്ത്രീയമായി ആ നടപടികൾ പൂർത്തിയാക്കുകയാണ്. അത് അത്രയും ശ്രദ്ധയോടുകൂടി പൂർത്തിയാക്കേണ്ട ഒരു നടപടി കൂടിയാണ്. അതിന് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം മാനിച്ച ഉദ്യോഗസ്ഥർ ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. അവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ മൃതദേഹ ഭാഗങ്ങളുടെ നമ്പറിനനുസരിച്ച് അത് കൃത്യമായി ആ കുഴിമാടങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്നും ആ കുഴിമാടങ്ങൾക്ക് പുറത്തടയാളപ്പെടുത്തുന്ന നമ്പർ അത് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ആ കൺസേൺഡ് ഉദ്യോഗസ്ഥയാണ്. അത്തരത്തിൽ റവന്യൂവിന്റെ ഉദ്യോഗസ്ഥരും ഇവിടെ തുടരുന്നുണ്ട്. ആ നടപടികളും പൂർത്തിയാകുന്നുണ്ട്. മൂന്നാം ഘട്ടത്തിൽ അല്പം കൂടുതൽ മൃതദേഹ ഭാഗങ്ങളാണ് സംസ്കരിക്കാനുള്ളത്. ആ സമയം എടുക്കുന്നത് പോലും അതുകൊണ്ടാണ്. ഇനി അടുത്ത ഘട്ടം അത് മനസ്സിലാക്കുന്നത് അവസാന ഘട്ടമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 30-ൽ താഴെ മൃതദേഹ ഭാഗങ്ങളാണ് ഇനി സംസ്കരിക്കാനുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് അവർ ഉദ്ദേശിച്ച 154 മൃതദേഹ ഭാഗങ്ങളും സംസ്കരിച്ചു കഴിയും. ഈ നടപടി പൂർത്തിയാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിനിസ്റ്റർ തന്നെ സൂചിപ്പിച്ച കാര്യമുണ്ട്, അതായത് മന്ത്രി രാജൻ തന്നെ സൂചിപ്പിച്ച കാര്യമുണ്ട്. ചില മേഖലയിൽ നിന്ന് ചാലിയാർ, സൂചിപ്പാറ പോലുള്ള ചില മേഖലയിൽ നിന്ന് ശരീരവും ശരീരഭാഗങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട്. അതിന്റെ പരിശോധന, ഈ DNA സാമ്പിളിംഗ് അടക്കമുള്ള പരിശോധന പൂർത്തിയാക്കണം. അതിന് ബന്ധുക്കൾ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളത് ആ സമയം കാക്കേണ്ടതുണ്ട്. അതിനുശേഷം ശരി അലക്സ്, ഏതായാലും ഇപ്പോഴും ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്നത് തുടരുകയാണ്. പുത്തുമലയിൽ നിന്നുള്ള വിവരങ്ങളാണ് അലക്സ് റാം മുഹമ്മദും സജു ദേവസിയും നൽകിയത്.